സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന സാധാരണ ആളുകൾക്ക് യുദ്ധം എന്നത് സിനിമയിലെ പോലെ തോന്നാറില്ല. സൈറൺ മുഴങ്ങുന്നില്ല, വലിയ വാർത്തകളായി നമ്മെ നേരിട്ട് തട്ടുന്നില്ല. എന്നാൽ യുദ്ധം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് വളരെ നിശബ്ദമായ രീതിയിലാണ്. അത് നമ്മുടെ അടുക്കളയിലേക്കാണ് എത്തുന്നത്. റേഷൻ കടയിലേക്കും ആഴ്ചച്ചന്തയിലേക്കും എത്തുന്നു. ഒരു ദിവസം നമുക്ക് ശ്രദ്ധയിൽപ്പെടും, പാചക എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നു, കറി കുറച്ച് വാങ്ങുന്നു, മാംസം, മുട്ട പോലുള്ള പ്രോട്ടീൻ ഭക്ഷണങ്ങൾ പതുക്കെ പ്ലേറ്റിൽ നിന്ന് ഇല്ലാതാകുന്നു. നമുക്ക് തോന്നാം, യൂറോപ്പിലോ പടിഞ്ഞാറൻ ഏഷ്യയിലോ നടക്കുന്ന യുദ്ധങ്ങൾ ഇന്ത്യയുമായി എന്തു ബന്ധം? പക്ഷേ ഇന്നത്തെ ലോകത്തിൽ അങ്ങനെ ദൂരം ഒന്നില്ല. യുദ്ധം സംഭവിക്കുമ്പോൾ വ്യാപാരപാതകൾ തടസ്സപ്പെടുന്നു, ഇന്ധനവില ഉയരുന്നു, സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. അതോടുവിൽ നമ്മുടെ വീട്ടിലെ ചെലവായി മാറുന്നു. ലോകത്തിലെ അസ്ഥിരത നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ അടുക്കളയിലാണ്. ഉദാഹരണമായി റഷ്യൻ ഉക്രൈൻ യുദ്ധം എടുത്താൽ മതി. ആ യുദ്ധം കാരണം ധാന്യ കയറ്റുമതി തടസ്സപ്പെട്ടു, ലോക വ്യാപാരത്തിൽ മാറ്റം വന്നു, മൃഗാഹാരവും പാചക എണ്ണയും വില കൂടി. ഇതിൻ്റെ ഒടുവിൽ ബാധിച്ചത് എന്താണ്? നമ്മുടെ ദിവസേനയുള്ള ഭക്ഷണ ചെലവ്. ഇന്ത്യ കാർഷിക രാജ്യമാണെങ്കിലും പാചക എണ്ണ പോലുള്ള കാര്യങ്ങളിൽ വിദേശ ആശ്രയത്വമുണ്ട്. അതുകൊണ്ട് ലോക വിപണിയിൽ എന്ത് സംഭവിച്ചാലും ഇവിടെ വിലക്കയറ്റമായി അത് പ്രത്യക്ഷപ്പെടും. എന്നാൽ ഇത് സപ്ലൈ പ്രശ്നം മാത്രം അല്ല. നമ്മുടെ ഭക്ഷ്യവ്യവസ്ഥ തന്നെ ചില വിരോധാഭാസങ്ങളാൽ നിറഞ്ഞതാണ്. ചില ഭക്ഷ്യവസ്തുക്കളിൽ അധികം ഉൽപാദനം, എന്നാൽ പലർക്കും വിശപ്പ്. ചില കാര്യങ്ങളിൽ സ്വയം പര്യാപ്തത, മറ്റു ചിലതിൽ ഇറക്കുമതി ആശ്രയം. ഇത്തരം ഒരു സംവിധാനത്തിൽ ചെറിയ ഒരു ആഘാതം പോലും വലിയ പ്രതിഫലനമുണ്ടാക്കും. ഇന്ധനവില ഉയരുന്നത് മറ്റൊരു വലിയ കാരണമാണ്. ഇന്ധനവില കൂടുമ്പോൾ ഗതാഗത ചെലവ് കൂടും. കൃഷി മുതൽ വിപണി വരെ എല്ലാ ഘട്ടങ്ങളിലും ചെലവ് ഉയരും. അതിനാൽ ഭക്ഷണവില ഉയരുന്നത് ഒരു കാരണത്താൽ അല്ല, പല ഘട്ടങ്ങളായി കൂട്ടിച്ചേർന്ന ആഘാതങ്ങളാലാണ്. ഇത് സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, ഇതൊരു വർഗ പ്രശ്നവുമാണ്. പണക്കാരൻ ചെലവ് കൂട്ടി കൈകാര്യം ചെയ്യും, ദരിദ്രൻ ഭക്ഷണം കുറയ്ക്കേണ്ടി വരും. ഭക്ഷണം കുറയും, വൈവിധ്യം കുറയും, ആരോഗ്യത്തെയും ബാധിക്കും. ഇവിടെ ഒരു പ്രധാന കാര്യം, വീട്ടിൽ സ്ത്രീകളാണ് ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അവർ കുറച്ച് ഭക്ഷണം കൊണ്ട് കുടുംബം പോറ്റാൻ പരിശ്രമിക്കുന്നു. പക്ഷേ ഈ യാഥാർത്ഥ്യം നയങ്ങളിൽ അധികം കാണാറില്ല. സർക്കാരുകൾ എന്താണ് ചെയ്യുന്നത്? പെട്ടെന്നുള്ള വിലക്കയറ്റം വന്നാൽ ഇടപെടും. കയറ്റുമതി നിയന്ത്രണം, സബ്സിഡി, വില നിയന്ത്രണം തുടങ്ങിയ നടപടികൾ. ഇവ താൽക്കാലികമായി പ്രശ്നം കുറയ്ക്കും, പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. ഇന്ത്യയുടെ വലിയ പ്രശ്നം എന്താണ്? പ്രധാന ഭക്ഷ്യവസ്തുക്കൾക്കായി ഇറക്കുമതിയെ ആശ്രയിക്കുന്നു, വളങ്ങൾക്കായി വിദേശ വിപണിയിൽ ആശ്രയം തേടുകയാണ്. അതുകൊണ്ട് ലോകത്തിലെ മാറ്റങ്ങൾ നേരിട്ട് നമ്മുടെ കർഷകരെയും ഉപഭോക്താക്കളെയും ബാധിക്കുന്നു. ഇവിടെ വിദേശ നയവും പ്രധാനമാണ്. ഏത് രാജ്യത്തോട് ബന്ധം പുലർത്തുന്നു, എവിടെ നിന്ന് എണ്ണയും വളവും വാങ്ങുന്നു, ഇതെല്ലാം നമ്മുടെ രാജ്യത്തിലെ വിലസ്ഥിരതയെ ബാധിക്കുന്നു. ഇതിന് വലിയൊരു മാറ്റം കൂടി നടക്കുന്നു. ഭക്ഷണവില കൂടുമ്പോൾ പോഷകാഹാരത്തിൽ നിന്ന് ആളുകൾ മാറുന്നു, വില കുറഞ്ഞ കലോറി കൂടുതലുള്ള ഭക്ഷണത്തിലേക്ക് മാറുന്നു. ഇത് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതായത് യുദ്ധത്തിൻ്റെ ആഘാതം തലമുറകളോളം നീളാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ഉറപ്പാക്കണം, രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദനം ശക്തിപ്പെടുത്തണം, പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥ ശക്തമാക്കണം. അതിനും പ്രധാനമായി ദരിദ്രർക്കുള്ള സാമൂഹ്യ സുരക്ഷ ശക്തമാക്കണം. ഭക്ഷണ വിലക്കയറ്റം ഒരു സാമ്പത്തിക സംഖ്യ മാത്രമല്ല, അത് ഒരു വലിയ രാഷ്ട്രീയവും സാമൂഹ്യവുമായ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനമാണ്. യുദ്ധത്തിൻ്റെ വില നമ്മൾ അടയ്ക്കുന്നത് ദൂരെ യുദ്ധഭൂമികളിലല്ല, നമ്മുടെ സ്വന്തം അടുക്കളയിലാണ്.